എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചർച്ച് കാണാൻ വേണ്ടിയിട്ടാട്ടോ. ആ ഒരു ചർച്ചിനൊരു പ്രത്യേകതയുണ്ട്, രണ്ട് മരങ്ങൾക്കിടയിലൂടെ ഒരു ഡോറ് അല്ലേ. അപ്പോൾ ആ ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങളുള്ളത്. നമുക്ക് ഇനി അധികം താമസിക്കാതെ തന്നെ അതിന് മുന്നിലേക്ക് പോയിട്ട് അതിൻ്റെ ആ ഒരു ഭംഗിയും, അതേപോലെ നമ്മളിപ്പോൾ ഉള്ളത് കോസ്വേൾഡ് സെൻറ്റ് എഡ്വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചർച്ചിലാട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. അതെ, ഇന്നിപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഇച്ചിരി വെയിലുള്ള ഒരു കാലാവസ്ഥയൊക്കെ കണ്ടപ്പോൾ കുറച്ച് നാളായിട്ട് ഇതിങ്ങനെ ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടേക്കാന്ന് വിചാരിച്ചു. ഞാൻ സമ്മറിൽ വരണമെന്നാ വിചാരിച്ചു, കാരണം സമ്മറിലാണ് ഇതിന്റെ ഒരു ഭംഗി കാണാൻ പറ്റുക. പക്ഷെ ഇത്തവണ ഇന്നും വലിയ കുഴപ്പമില്ല. അതെ, സൂര്യൻ തുമ്മല് പിടിച്ചിട്ടോ. ആമിക്കും പനിയാണ്, എല്ലാവർക്കും പനി. ആമിക്കുട്ടൻ അവിടെ ഇരിപ്പുണ്ട്. ഇനി പിന്നെ നമുക്ക് നേരെ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് അതിന്റെ ആ ഒരു ഭംഗി കാണാം അല്ലേ. കണ്ടില്ല, നല്ല സൂര്യനുണ്ട് കേട്ടോ. ഈ സൂര്യനെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ സൂര്യനെ, ഈ കാണുന്ന ഈ ഒരു പച്ചപ്പൂ അല്ലേ. അപ്പൊ ഇതെന്റെ പുറകെ കാണുന്നതാണ് കേട്ടോ സെന്റ് എഡ്വേർഡ്സ് ചർച്ചിലെ ഫേമസ് ആയിട്ടുള്ളത് നോർത്ത് ഡോർ എന്ന് പറയുന്നത്. ഈ ലോർഡ് ഓഫ് റിങ്സ് മൂവിയിലൊക്കെ ഇതിനെയൊക്കെ ഇൻസ്പയർ ചെയ്തുകൊണ്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് നോക്കി അടിപൊളിയായിട്ടില്ലേ, 2 ട്രീ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ഡോറ് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഡോറിൻ്റെ ഉള്ളിലൊരു ഡോർ, അതായത് മരത്തിൻ്റെ ഉള്ളിലൊരു ഡോറല്ലോ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത് ഒരു അടിപൊളിയാണ്. ഇവിടെ ഒരുപാട് ഭയങ്കര ഫോട്ടോഗ്രാഫിക്, അതായത് എന്താ പറയുന്നത്, ഈ ഇൻസ്റ്റാഗ്രാം ഫേമസ് അല്ലെങ്കിൽ ഭയങ്കര ഫോട്ടോജനിക് ആണെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു സ്പോട്ടാണിത്. ആക്ച്വലി ഞാൻ വിചാരിച്ചോണ്ടല്ലോ ഇത് രണ്ടും മരത്തിനിടയിൽ കൂടെ ഉള്ള ഡോറാന്ന് വിചാരിച്ചത്, മീൻസ് മരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ഡോറ്. പക്ഷെ ഇത് 2 മരങ്ങളാട്ടോ, 2 മരങ്ങൾ സെപ്പറേറ്റ് നിൽക്കുന്ന കേട്ടോ. പക്ഷെ അത് ഒരു ഭയങ്കര രസമുണ്ട് അല്ലേ. ആ കറക്റ്റ് ഉണ്ടാവും. അതേപോലെ ആ മരം കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. വേറൊരു കാര്യമുണ്ടേ, നമ്മുടെ ഈ ഹാരി പോട്ടർ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു സെറ്റപ്പാണ് ഇതുണ്ട്. ഈ ലൈറ്റ് ഒക്കെ കണ്ടോ, ഞാൻ ഒരിടയ്ക്ക് കാണാൻ തുടങ്ങിയായിരുന്നു. അതെ തന്നെ, അത് പകുതിക്ക് നിർത്തിയത് നമ്മള്. ഇത് കണ്ടോ, ബാക്കി ഇത് സാധാരണ ചർച്ച് പോലെ തന്നെ ബാക്കി എല്ലാ ഭാഗങ്ങളും, കാരണം സിമിത്തേരിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് വന്ന് കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആമിതേ വെള്ളത്തിൽ ചവിട്ടാൻ പോന്നു. വേണ്ട വെള്ളത്തിൽ ചവിട്ടണ്ട. ഇത് നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള സ്ഥലം കേട്ടോ അല്ലേ. അത് ഈ ഒരു സമയം നല്ല രസമുണ്ട്, നല്ല ചെറിയ വെയിലും ഒരു നനവും, ആ മരം നനഞ്ഞു കിടക്കുന്നുണ്ടോ. ഇതിനകത്തൊന്ന് കയറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതിലെ ഓപ്പൺ ആക്കുമെന്ന് അറിയില്ല. നമുക്ക് അപ്പുറത്തൂടെ പോയി നോക്കാം. ഇത് അങ്ങനെ നമ്മൾ ഈ ഒരു ചർച്ചിനകത്ത് കയറി കേട്ടോ. ഇത് രസമല്ലേ, നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇപ്പോൾ, പിന്നെ ഈശോയും അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ക്രൂശിത രൂപം കാണുന്നത് കേട്ടോ. പള്ളി വന്നിട്ട് ഞാൻ അങ്ങനെ ഇത്രയും ഫ്രണ്ടിലായിട്ടൊന്നും കണ്ടിട്ടില്ല ക്രൂശിത രൂപം വെച്ചിട്ട്. അത് കണ്ടിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ ശ്രദ്ധിക്കുന്നത് മേ ബി ഉണ്ടാവുമായിരിക്കും. ഫുള്ള് മരത്തെ പണിത ഒരു ചർച്ചാട്ടോ. കഴിഞ്ഞ ദിവസം ക്രിക്കലേടി പോയപ്പോ ഉണ്ടായിരുന്നു നമ്മൾ തന്നെ ഒരു ചർച്ച. ഇതിന്റെ ചരിത്രമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ ആക്ച്വലി അതൊന്നും വായിച്ചിട്ടില്ല. അല്ല, ഏത് വർഷത്തെ അറിയാമോ? ഞങ്ങൾ ഈ പള്ളിക്കകത്ത് കയറി ഇറങ്ങി കേട്ടോ. നല്ല കുറെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ. എല്ലാം നടക്കുകയാണെങ്കിൽ ഭാഗ്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, എന്താ പറയാനുള്ളത്, വഴിയെ പറയാം. നമ്മളിനി അടുത്ത് ഈ ടൗൺ ഒന്ന് നടന്ന് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടുത്തെ ടൗൺ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെറിറ്റേജ് അല്ലെങ്കിൽ ഒരു വിൻറ്റേജ് ടച്ചുള്ള ടൗണുകൾ, അതായത് ഓൾഡ് ടൗണുകൾ, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മളിനി അതൊക്കെ ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യട്ടെ. നമ്മളിങ്ങനെ ടൗണിലെ ഓരോരോ ഷോപ്പുകൾ നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, എല്ലാം ഒരു വിൻറ്റേജ് അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് ടച്ചുള്ള. അത് മാത്രമല്ല ഇവിടെ ഇത് കണ്ടോ, നീ ആ ഉടുപ്പ് നോക്കി ഭംഗിയൊക്കെ ആയിട്ട്. നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ഇത് നോക്കിയ വാള്, ഇവിടെ കാണേണ്ട വേറൊരു അട്രാക്ഷൻ ആട്ടോ. ഈ കാണുന്ന ഇത് കണ്ടോ, ഒരു കുരിശ് കാണുന്നുണ്ടോ, അതാണ് മാർക്കറ്റ് ക്രോസ്. എന്തെങ്കിലും അതിനെ കുറിച്ച് പറയാനുണ്ടോ? മാർക്കറ്റിനുള്ളിലുള്ള ക്രോസോ? ഈ ടൗണിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് പോകാനുണ്ട്. ഇവിടെ ഇനി വേറൊരു സ്ഥലം കൂടിയുണ്ട്, അപ്പർ സ്വാട്ടർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. അപ്പൊ അവിടെയും കൂടി ഒന്ന് പോവാൻ കാണാന്ന് വിചാരിച്ചത്. അതായത് ഇംഗ്ലണ്ടിന്റെ ആ ഒരു വിന്റേജ് ബ്യൂട്ടി ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. സോ ആ ഒരു 2 സ്ഥലം കൂടി കവർ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പൊ നമുക്കിനി വണ്ടി കയറാം. അപ്പൊ അബിയാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. എനിക്ക് ചില സമയത്ത് ഞാൻ വിചാരിക്കും ഈ വില്ലേജ് റോഡിൽ കൂടെ, കൗണ്ടി റോഡിൽ കൂടെ ഓടിക്കുന്ന നല്ല സുഖം, പക്ഷെ പാസിങ് ഭയങ്കര പ്രശ്നമാണ്.
തുടക്കക്കാരായ പാവം ഡ്രൈവർമാർക്ക് മനസ്സിലാവുമായിരിക്കും എൻ്റെ വിഷമം. കാരണം ചെറിയ റോഡാകുമ്പോൾ നാരോ റോഡായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും 60-ലൊക്കെ ആയിരിക്കും പോകുന്നത്. ഇതിനിടയ്ക്ക് പാസിങ് ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. എനിക്കിതെല്ലാം കൂടെ തലച്ചൂടാന്ന്. ഹൈവേ അത് വെച്ച് നോക്കുമ്പോൾ ഹൈവേ ഓക്കെയാണ് അല്ലേ, ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പോയാൽ മതിയല്ലോ. ഇത് ഞാൻ ഈ ടൗൺ കാണിച്ചു തരാട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഇറങ്ങണം എന്ന് വിചാരിച്ചത്. എനിക്ക് എന്ത് ഭംഗിയാന്ന് കാണാൻ. നോക്കട്ടെ, ചിലപ്പോ എവിടെങ്കിലും പറ്റുവാണെങ്കിൽ എവിടെയെങ്കിലും നിർത്താട്ടോ ചേ. പാർക്കിംഗ് കിട്ടുമായിരിക്കും. ഇവരൊക്കെ എവിടെയാ പാർക്ക് ചെയ്തിരിക്കുന്നത്, ഈ കാണുന്നവരൊക്കെ? ഫൈനലി ഞങ്ങൾ ഇത് അപ്പർ സ്ലോട്ടറിൽ വണ്ടി നിർത്തിയതേ. നമ്മൾ നടക്കുവാണ് ഇപ്പൊ ഈ ഒരു ബ്യൂട്ടിഫുൾ വില്ലേജിലൂടെ. എന്ത് ഭംഗിയാണെന്നറിയാവോ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയും ഭംഗിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഈ പോസ്റ്റ് കാർഡിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. കുറച്ചും കൂടെ സ്പ്രിംഗ് സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ രസമായിരിക്കും എനിക്ക് തോന്നുന്നത് അല്ലേ. നമുക്ക് എന്തായാലും ഒന്നുകൂടെ വരണം കേട്ടോ. കാരണം ഈ ബിൽഡിങ്ങിലൊക്കെ കണ്ടോ, ചെടികളൊക്കെ കയറി നിൽക്കുന്നതൊക്കെ പൂത്ത് നിൽക്കുമ്പോൾ എന്ത് രസമായിരിക്കും അറിയാം. സ്പ്രിംഗ് ടൈം അടിപൊളിയായിരിക്കും അതൊക്കെ കാണാനായിട്ട്. ഇപ്പൊ ഈ ഒരു ഗോൾഡൻ ടൈമിൽ വേറെ രസം കേട്ടോ. ഗോൾഡൻ അവേഴ്സ്. ഇപ്പം സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോവാം. 5 മണിക്ക് സൂര്യൻ അസ്തമിക്കും. അപ്പൊ ഇവിടെ വരെ വന്നത് എന്തായാലും വർത്തായിട്ടോ. എന്ത് രസമാക്കി കാണാം അല്ലേ. അതെ, ഈ ഒരു വെള്ളം ഒഴുകുന്നതാണ് തന്നെ. എനിക്ക് തോന്നില്ലേ ചായ, എനിക്കെന്താ തോന്നിയെന്ന് അറിയാം, നമുക്ക് മറ്റേ മോഹൻലാല് പറയുന്നില്ലേ, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാന്നുള്ള, അതിന്റെ കറക്റ്റ് സ്ഥലമാണ് കേട്ടോ. യെസ്, അതായിരിക്കും വിന്റേജ് സ്ഥലമാണല്ലോ. ഇംഗ്ലണ്ടിലെ വിന്റേജ് ഹെറിറ്റേജ് ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത്. നല്ല അടിപൊളി വെള്ളം. അതെ അതെ, ഇത് നോക്ക്. ഇത് ഈ വീടുകൾ നോക്കി വരണം. സമ്മർ അല്ലേ ചായ, സ്പ്രിങ്ങില്. സമ്മറിൽ ഇവിടെ എങ്ങനെയായിരിക്കും അറിയാവോ, വെള്ളത്തിലായിരിക്കും എല്ലാരും. അന്ന് ഞങ്ങള് ബോട്ട് ഓൺ ദ വാട്ടറിൽ പോയായിരുന്നേ, എല്ലാരും വെള്ളത്തിലായിരുന്നു. വെള്ളത്തിൽ ചാടാതിരിക്കാൻ പറ്റില്ല, അതുപോലത്തെ രസമാണ്. നല്ല തണ്ണീര് പോലത്തെ വെള്ളം. ഇത് ഈ ഒരു ഏരിയ ഒക്കെ നോക്ക്, ഇതുണ്ടോ, എന്ത് ഭംഗിയാ നോക്കി ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ. ഈ ജർമ്മനിയിലൊക്കെ കണ്ടിട്ടില്ലേ, സ്വിറ്റ്സർലാൻഡിലൊക്കെ ഇങ്ങനെ വെള്ളം വരും ഇതിനകത്തൂടെ. നാച്ചുറൽ വാട്ടറിന്റെ അല്ലേ, അതേ സെറ്റപ്പ്. അത് നാച്ചുറൽ. ആ സൈഡിൽ നിൽക്കുന്ന സ്നോലില്ല, നീ അതിനെ ഫോക്കസ് ചെയ്യും. നീ നിന്റെ തല അവിടെയും ക്യാമറ വേറെ സ്ഥലത്ത് പോവാ. ആ കാണുന്ന ലില്ലി കണ്ട അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നത് സ്നോ ലില്ലി. അതുപോലെ ഡാഫോഡിൽസ് ആയിച്ചേ. ഇവിടെ ഡാഫോഡിൽസ് ആയിട്ടാ. നമ്മളെ തിരിച്ചു പോവാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ കറക്കം ഏകദേശം കഴിഞ്ഞു. ഒരു ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലം അല്ലേ. 12 മിനിറ്റേ ഉള്ളൂ ഇപ്പൊ നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. അതുപോലെ നമ്മൾ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ ബോട്ട് ഓൺ ദ വാട്ടറിലും അവിടെ എല്ലാം പോവാം അല്ലേ. ഇതിപ്പോ ഒരു ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലം, അത് വേറൊരു ഡേ ട്രിപ്പാണ്. ഇതേപോലെ എഴുതിയുണ്ട് സുണ്ടനിൽ വെച്ചാൽ ഓർക്കുന്നുണ്ടോ, നമ്മൾ ആ മറ്റിടത്തോട്ട് പോകുന്ന സ്ഥലത്തെ. അങ്ങനെ ഇത് ഞങ്ങളുടെ ഒരു കുട്ടി ഡേ ട്രിപ്പ് ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുവാണ് കേട്ടോ. ഇനിയും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഡേ ഔട്ടിങ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പൊ പറ്റുവാണെങ്കിൽ നിങ്ങളെയും കൂടി നമ്മൾ ഇതിനെല്ലാം ഭാഗവാക്കാക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്കിനി ആ ഒരു ലില്ലിയുടെ ഒക്കെ ഒരു കറക്റ്റ് ആയിട്ടുള്ള വ്യൂ കിട്ടണമെങ്കിൽ കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നു നമ്മള്.